പാർട്ടിയിലെ തർക്കങ്ങൾ എല്ലാ പരിധിയും വിട്ട് മുന്നോട്ട് പോവുകയാണ്. പുതിയ ആരോപണങ്ങളും അവകാശവാദങ്ങളുമായി ഓരോ മണിക്കൂറിലും പുതിയ പുതിയ ട്വിസ്റ്റുകൾ, ടേണുകൾ. ഇന്നത്തെ പ്രൈം സ്റ്റോറി ഇടവേളയില്ലാത്ത വിഴുപ്പലക്കലോ. താരസംഘടനയായ അമ്മയുടെ 3 പതിറ്റാണ്ട് കാലത്തെ ചരിത്രം തിരുത്തി സംഘടന വനിതകൾ നയിക്കുന്ന ഒരു കമ്മിറ്റി തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയപ്പോൾ ഈ നിൽക്കുന്ന ഞാനടക്കമുള്ള സ്ത്രീകൾ അത് കാലത്തിന്റെ കാവ്യനീതിയാണ് ആയാണ് കരുതിയത്. 1994 രൂപീകൃതമായ അമ്മയിൽ 31 വർഷം വേണ്ടി വന്നു ശ്വേത മേനോൻ എന്നൊരു വനിതാ പ്രസിഡന്റും കുക്കു പരമേശ്വരൻ എന്നൊരു വനിതാ സെക്രട്ടറിയും ഉണ്ടാകാൻ. അത്രത്തോളം പുരുഷ മേധാവിത്വം നിലനിൽക്കുന്ന സിനിമാ മേഖലയിൽ അത് ഒരു ചരിത്ര നിമിഷമായിരുന്നു. പക്ഷേ ഫാസ്റ്റ് ഫോർവേഡ് ടു 2026 തമ്മിൽ തല്ല്, ചീത്തവിളി, ഇറങ്ങിപ്പോക്ക്, രാജ്യഭീഷണി ഇതൊക്കെ ഒരു സംഘടനയിൽ ചിലപ്പോൾ സാധാരണമാണ്, ചിലപ്പോഴൊക്കെ ഉണ്ടാകാം. എന്നാൽ അമ്മയിൽ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന അൻസിബ ഉന്നയിച്ച മതപരിവർത്തന ആരോപണം, ഫണ്ട് തട്ടിപ്പ്, അഴിമതി ആരോപണം, ഭീഷണി, രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് 2 കോടി വാങ്ങിയെന്ന ഏറ്റവും പുതിയ ആരോപണം, മൊത്തം സിനിമാറ്റിക് ആണ് കാര്യങ്ങൾ. അൻസിബ ഹസന്റെ ആരോപണങ്ങളിൽ തുടങ്ങിയ പ്രശ്നങ്ങൾ ഇന്ന് എത്തി നിൽക്കുന്നത് കോടതിയിലാണ്. ഈ വിഴുപ്പലക്കൽ എല്ലാം കണ്ട് മുതിർന്ന താരങ്ങൾ നിശബ്ദരായിരിക്കുന്നു. ജനറൽ ബോഡിയിൽ രാജി പ്രഖ്യാപിച്ച ശ്വേത മേനോൻ ഇനി നിരപരാധിത്വം തെളിയിച്ച ശേഷമേ പടിയിറങ്ങൂ എന്ന നിലപാടിലാണ്. ആ പോരാട്ടത്തിന് തനിക്ക് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും പിന്തുണയുണ്ടെന്നാണ് ഇന്ന് ശ്വേതയുടെ ഏറ്റവും പുതിയ FB പോസ്റ്റ്. ഓടിളക്കി വരുന്നവരോ അല്ലെങ്കിൽ 15-16 പേരോ ഭരിക്കേണ്ടെന്നാണ് ശ്വേതയുടെ നിലപാട്. കമ്മിറ്റിയും റിസൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പേഴ്സണലി ശ്വേത മേനൻ എന്ന അമ്മ എന്ന മെമ്പർഷിപ്പ് ഞാൻ ഇവിടെ റിസൈൻ ചെയ്യാണ്. ഐ ഹാവ് കം ഔട്ട് ഓഫ് അമ്മ ഓർഗനൈസേഷൻ. അമ്മ ഓർഗനൈസേഷൻ പണ്ട് കുറച്ച് സ്ത്രീകൾ പറഞ്ഞ പോലെ ഇന്ന് എനിക്കും തോന്നി കുറ്റാരോപിതരായ ആൾക്കാരുടെ കയ്യിൽ വീണ്ടും പോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അതൊരു എജൻഡയായിരുന്നു. നമ്മൾക്ക് ഒന്നും പറയാതെ നമ്മളോട് ഒരു ആദ്യമേ എജൻഡ വെച്ചിട്ട് നമ്മളെ പുറത്താക്കാൻ നോക്കി. അപ്പോൾ എനിക്കൊരു വ്യക്തിത്വമുണ്ട്. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ തുറന്നു പറയും. അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും രാജിവെച്ചിട്ടില്ല, രാജിവെക്കുകയുമില്ല എന്ന് ശ്വേത വ്യാഴാഴ്ചയാണ് ഫേസ്ബുക്കിലൂടെ പ്രഖ്യാപിച്ചത്. അമ്മ ജനറൽ ബോഡി നിയോഗിച്ച അഡ്ഹോക് കമ്മിറ്റിക്കെതിരെ ശ്വേത കോടതിയെ സമീപിച്ചു. കോടതി അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനം തടഞ്ഞു. ഇതിന് പിന്നാലെയാണ് അഡ്ഹോക് കമ്മിറ്റി കൺവീനറായ രമേശ് പിഷാരടിയുമായുള്ള ഫോൺ സംഭാഷണം ശ്വേത തന്നെ പുറത്തുവിടുന്നത്. ജനറൽ ബോഡിയിൽ താൻ അധിക്ഷേപം നേരിട്ടു, മണിക്കൂറുകളോളം അധിക്ഷേപം നേരിട്ടു എന്നാണ് ശ്വേതയുടെ പ്രധാന ആരോപണം. ഞാനൊരു സിനിമ ഡയറക്ട് ചെയ്തു എന്ന് പറഞ്ഞാല് ഇതിനകത്ത് അഡ്വോക്കേറ്റ് കമ്മിറ്റിയുടെ മീറ്റിംഗ് ഞാൻ ഗണേശനെ കൊണ്ടുവരുന്ന വലിയ തർക്കങ്ങൾ കഴിഞ്ഞു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പറയാനുള്ളത് പറയാനുള്ള അവസരം ഉണ്ടാക്കിയിരിക്കും. അത് തരും. അതെങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരണമല്ലോ. രാജിവെച്ചു എന്ന് പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചിട്ട് പിഷു അത് പ്രൂവ് ചെയ്യാൻ എന്റെ അടുത്ത് ഒരുപാട് വീഡിയോസ് ഉണ്ട്. മീറ്റിംഗ് തുടങ്ങണേന് മുമ്പ് തന്നെ ബാബു രാജേട്ടൻ തുടങ്ങി. പിഷു വേറെ ഏത് സ്ത്രീ ആണെങ്കിലും മനസ്സിലായോ, അത്ര നേരം നിൽക്കൂല. ഇനി ഒരു സ്ത്രീക്ക് സ്ഥാനം കിട്ടുമോ? സ്ത്രീകൾക്ക് ഒരു എന്തെങ്കിലും ഉണ്ടോ? സ്ത്രീകൾക്ക് ഒച്ച ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സ്ഥാപനമായി മാറിയിട്ടുണ്ട്. അന്ന് രാജി പ്രഖ്യാപിച്ച ശേഷം പിക്ചർ അഭി ബാക്കി ഹേ എന്നായിരുന്നു ശ്വേത ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ്. അതുപോലെ ആരോപണങ്ങൾ ഇങ്ങനെ തുടരുകയാണ്. ഇതുവരെ പലയിടത്തായി പല സമയത്ത് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്ന അമ്മയിലെ 4 അംഗങ്ങൾ ഇന്ന് ഒന്നിച്ചെത്തി മാധ്യമങ്ങളെ കണ്ടു. അൻസിബ ഹസൻ, മാല പാർവതി, ഉഷ ഹസീന, മായ വിശ്വനാഥ്. ഇന്നത്തെ വാർത്താ സമ്മേളനത്തോടെ ആരോപണങ്ങൾ മറ്റൊരു തലത്തിലേക്ക് ഉയരുകയാണ്. ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേട്, രാഷ്ട്രീയ അജണ്ടകൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നു തുടങ്ങി വളരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇന്ന് ഉയർന്നത്. അൻസിബയുടെ വിഷയം വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് അവർ 4 പേരെ കൺവേർട്ട് ചെയ്യാൻ നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, ശ്വേത എന്ത് സംസാരിക്കുന്നത്? അങ്ങനെ സംസാരിക്കല്ലേ, അങ്ങനെ സംസാരിക്കരുത്.
അല്ല ചേച്ചി അങ്ങനെയാണ് ഇങ്ങനെയാണോ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് യൂഷ്വൽ ഇവരുടെ ഒരു സംഭവം തുടങ്ങി. അപ്പം ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയ തർക്കമുണ്ടാവുകയും ഞാൻ പറഞ്ഞു ഇതൊരു സാമൂഹ്യ വിഷയമാണ്, ഇത് അമ്മയുടെ വിഷയമല്ല, ഇത് ഞാൻ പുറത്ത് പറയും നിങ്ങൾ ഇങ്ങനെ തുടങ്ങുകയാണെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് അവർ പറഞ്ഞത് നിങ്ങൾ സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവില്ല, you will be out of this industry. Chechi, I am telling you because I love you. You don't know what you are getting into. Please stay away. And I know when you decide on something, you get into this one track and you crash land. So you don't know what you are getting into. I am asking you to stop. Do not interfere in Ansiba's issue. അടുത്തത് ശ്വേത മേനോൻ BJP-യിൽ നിന്ന് 2 കോടി വാങ്ങിയെന്ന ആരോപണം. ഇക്കാര്യം പുറത്തു കൊണ്ടുവന്നത് ബാബുരാജാണെന്നും ഇന്ന് വാർത്താസമ്മേളനത്തിൽ മാലാ പാർവതി പറയുന്നു. കോർപ്പറേറ്റുകളിൽ നിന്ന്, അദാനി ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റുകളിൽ നിന്ന് 15 കോടി വരുന്ന ഒരു വലിയ എമൗണ്ട് വാങ്ങാൻ ശ്വേത ഇടപെട്ടു എന്ന് മുൻ BJP കൗൺസിലർ പറയുന്ന ഒരു വീഡിയോയും മാലാ പാർവതി പങ്കുവച്ചു. 15 കോടി രൂപ ശ്വേതയുടെ വിശ്വാസ്യതയില് അദാനി ഗ്രൂപ്പ് ഇവിടെ കുറെ പരിപാടികളുണ്ട്. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സിനിമാ രംഗത്തുണ്ടായിരുന്ന ആൾക്കാർക്ക് കരുതലായിട്ട് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കുറച്ച് കൂടുതൽ കൊടുക്കാൻ, വീട് വെച്ച് കൊടുക്കാൻ, പല കാര്യങ്ങളും. 15 കോടി രൂപ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? അപ്പൊ ഇവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു സ്ത്രീ വന്നിട്ട് ഇത്രയും പാപവും കാണിക്കുന്നു. ഇത് ഒന്നാമത്തെ കാര്യം, ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്നും ശ്വേതയുടെ വിശ്വാസ്യതയിൽ കൊണ്ടുവരുമെന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതാവാണ്. ഞങ്ങളുടെ അറിവിൽ അവർ അമ്മയുടെ മെമ്പറല്ല. അവർക്ക് അമ്മയുമായിട്ട് എന്താണ് ബന്ധമെന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് മൾട്ടിനാഷണൽ കമ്പനിയുടെ 15 കോടി രൂപ ആവശ്യമില്ല എന്നതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സംസ്ഥാന നേതാവാണ്, മുൻ കൗൺസിലറാണ് ശ്രീമതി പത്മജ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവര് എങ്ങനെയാണ് ഈ വിഷയം സംസാരിക്കുന്നത്? ഇവര് അമ്മയുടെ നേതാവാണോ? ശ്വേത പലവട്ടം പറഞ്ഞു അവർ കോൺഗ്രസ് ആണ്. അവർക്ക് കോൺഗ്രസ് ആകാം, BJP ആകാം, CPM ആവാം, അല്ലെങ്കിൽ CPI ആകാം. ഞങ്ങൾക്ക് ആർക്കും അതിൽ ഒരു വിരോധവുമില്ല, ഒരു അയിത്തവുമില്ല. പക്ഷേ ഇവിടെ ഇതിൻ്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഞങ്ങൾ എതിർക്കും. അത് ചോദ്യം ചെയ്യുന്ന ഒരാളായിരുന്നു അൻസിബ. BJP-യിൽ നിന്ന് 2 കോടി വാങ്ങി എന്നൊക്കെയുള്ള ആരോപണം അടിസ്ഥാനരഹിതമെങ്കിൽ അത് ഉറച്ചുനിന്ന് പറയുന്നതിന് പകരം ഇറങ്ങി ഓടുകയാണോ വേണ്ടിയിരുന്നത് എന്നതാണ് ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയ ഇവരുടെ പ്രധാനപ്പെട്ട ചോദ്യം. തീർന്നില്ല. BJP അജണ്ട നടപ്പാക്കാൻ ലക്ഷ്മി പ്രിയയുമൊത്ത് ശ്വേത മേനോൻ ശ്രമിച്ചു എന്നാണ് ഉഷാ ഹസീന ആരോപിച്ചത്. കാൻഡിഡേറ്റ്സിനെ മത്സരിക്കാൻ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട്, സ്ഥാനാർത്ഥികളെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞത്. പക്ഷെ അതവിടെ നിന്ന് അവർക്ക് ക്ലിയർ ചെയ്യായിരുന്നല്ലോ. അങ്ങനെ അവർ വാങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ ജനറൽ ബോഡി അല്ലേ. ശ്വേത മേനോൻ എപ്പോഴും സംസാരിക്കുന്നത്, മീഡിയയുടെ മുമ്പിൽ വന്ന് സംസാരിക്കുന്നത്, ഞങ്ങളുടെ കോടതി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്, അമ്മയുടെ ജനറൽ ബോഡിയാണ്. ആ ജനറൽ ബോഡിയിൽ ജനറൽ ബോഡി എന്ത് തീരുമാനിച്ചാലും ഞങ്ങൾ അംഗീകരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ കോടതിയുടെ മുമ്പിൽ അങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ അവരവിടെ ക്ലിയർ ചെയ്യണ്ടേ? അവിടെ ക്ലിയർ ചെയ്ത അടുത്ത സെക്കൻഡില് അവരിറങ്ങി പോവാണ്. ഞാൻ അംഗത്വം കൂടെ രാജിവെക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവുകയാണ്. അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തുടങ്ങി കോടതി വഴി പോലീസ് സ്റ്റേഷനിലെത്തിയ മറ്റൊരു വലിയ ആരോപണമുണ്ട്. അത് മതപരിവർത്തന ആരോപണമാണ്. മതത്തിന്റെ കെട്ടുപാടുകൾക്കപ്പുറത്ത് സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരാളെ ജിഹാദി എന്ന് വിളിക്കുന്നത് അത്ര നിസ്സാരമായി കാണാനാവില്ല. വിളിക്കപ്പെട്ടയാൾ അത് ഗൗരവത്തോടെ കണ്ടാൽ അതിനെ തമാശ എന്ന് പറഞ്ഞ് എഴുതി തള്ളാനുമാവില്ല, കുറ്റപ്പെടുത്താനുമാവില്ല. തന്റെ സംഘടനയിലും താൻ ഉൾപ്പെട്ട കമ്മിറ്റിയിലും നീതി കിട്ടിയില്ല എന്ന് മാത്രമല്ല യുവനടിയായ അമ്മയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന അൻസിബയുടെ പരാതി. ടിനി ടോം ജിഹാദി എന്ന് വിളിച്ചത് തമാശയ്ക്കാണെന്ന കമ്മീഷണറുടെ പരാമർശം വേദനയുണ്ടാക്കിയെന്ന് അൻസിബ പറയുന്നു. ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത് എന്നും അൻസിബ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അങ്ങനെ ഒരു പ്രശ്നം അമ്മ സംഘടനയ്ക്കകത്ത് തീർപ്പാക്കിയിട്ടേ ഇല്ല. കമ്മീഷണർക്ക് എങ്ങനെയാണ് അങ്ങനെ പറയാൻ പറ്റുന്നത്? അതുപോലെ പറയുന്നത്, റിപ്പോർട്ടിൽ പറയുന്നത് ടിനി ടോം അത് തമാശയ്ക്ക് പറഞ്ഞതാണ് ജിഹാദി എന്നും ഒരു വ്യക്തിക്ക് ഡബിൾ ഡാഡി സിൻഡ്രം ആണെന്നും ആ വ്യക്തിക്ക് മറ്റുള്ള പലരുമായിട്ടും പല രീതിയിലുള്ള ബന്ധങ്ങളുണ്ടെന്ന് പറയുന്നതൊക്കെ തമാശയായിട്ട് കാണാനാണോ പോലീസ് ഇവിടെ ഇരിക്കുന്നത്? അത് തമാശയാണെന്ന് എങ്ങനെയാണ് പോലീസുകാർക്ക് പറയാൻ പറ്റുന്നത്? കോടതി നിർദ്ദേശപ്രകാരം എടുത്ത കേസിൽ അൻസിബ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തിയെങ്കിലും ഇന്നും മൊഴി നൽകാനായില്ല എന്നതാണ് അവസാനം കിട്ടുന്ന വിവരം.
ശ്വേത മേനോൻ രാജിവെക്കരുതെന്ന് മമ്മൂട്ടിയും മോഹൻലാലും പറഞ്ഞുവെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇന്ന് ശ്വേത പറഞ്ഞിരുന്നു. ഈ വിശദീകരണത്തിൽ വിശ്വാസമില്ലെന്നും അവിടെ വെച്ച് അൻസിബ പ്രതികരിച്ചു. ഇക്കാര്യം മമ്മൂട്ടിയും മോഹൻലാലും നേരിട്ട് പറയട്ടെ എന്നാണ് അൻസിബ പറയുന്നത്. അതിലെനിക്കൊരു വിശ്വാസമില്ല, അത് ഞാൻ വിശ്വസിക്കണില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ മമ്മൂക്ക ലാലേട്ടന് പബ്ലിക്കലി വന്ന് പറയണം. അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് AMMA അഥവാ നമ്മൾ വിളിക്കുന്നത് പോലെ, അവർ പറയുന്നത് പോലെ അമ്മ. ഈ സംഘടനയുടെ ബൈലോ പ്രകാരം എന്തൊക്കെയാണ് ഉദ്ദേശ ലക്ഷ്യങ്ങൾ നോക്കാം. അംഗങ്ങൾക്കിടയിൽ സാഹോദര്യം വളർത്തുക, അംഗങ്ങളുടെ സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കുക, അസോസിയേഷൻ ഫണ്ട് ഉപയോഗിച്ച് കൂട്ടത്തിൽ ദുർബലരായവരെ സഹായിക്കുക, അംഗങ്ങളുടെ അവകാശങ്ങൾ നേടാൻ ഒപ്പം നിൽക്കുക. അതായത് ക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് അമ്മ എന്ന സംഘടന രൂപീകരിച്ചത്. ബൈലോയിലെ പ്രവർത്തന ലക്ഷ്യങ്ങൾ ഇനിയുമുണ്ട്. ചിരിക്കാതെ കേൾക്കണം. സിനിമയിൽ അച്ചടക്കം ഉറപ്പുവരുത്തുക, പ്രൊഫഷണൽ സോഷ്യൽ എത്തിക്സ് പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. അങ്ങനെ പോകുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഈ അവസാന പോയിന്റാണ് പ്രധാനം, അച്ചടക്കം. അമ്മയുടെ ബൈലോ പ്രകാരം ഒരു സമിതി രാജിവെച്ചാൽ അടുത്ത സമിതി വരുന്നതുവരെ നിലവിലെ സമിതി തുടരണം. അതിന് പകരം അഡ്ഹോക് കമ്മിറ്റി കൊണ്ടുവന്നതാണ് കോടതി അസാധുവാക്കിയത്. പക്ഷേ ഭരണസമിതിയുടെ പതനത്തിന് കാരണം ഗുരുതര സാമ്പത്തിക ക്രമക്കേടുകളാണെന്നാണ് ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയ സംഘം ആരോപിക്കുന്നത്. അങ്ങനെ ക്രമക്കേട് നടത്തിയവരെ വീണ്ടും ചുമതല ഏൽപ്പിക്കാനാവാത്ത സാഹചര്യത്തിലാണ് അഡ്ഹോക് കമ്മിറ്റി വന്നതെന്നും അൻസിബ ഹസൻ അടക്കമുള്ളവർ പറയുന്നു. ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ശ്വേത ചേച്ചി പ്രസിഡന്റ് ആയിരുന്ന ഇപ്പൊ രാജിവെച്ചു പോയ കമ്മിറ്റി, ആ കമ്മിറ്റി അഡ്ഹോക് കമ്മിറ്റി ആക്കാത്തതിന്റെ റീസൺ എന്ന് എനിക്ക് മനസ്സിലായ കാര്യം, സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിലാണ് ശ്വേത ചേച്ചി പ്രസിഡന്റ് ആയിരുന്ന കമ്മിറ്റി താഴെ പോയത്. അവരുടെ സാമ്പത്തിക റിപ്പോർട്ട് പാസ്സായില്ല ജനറൽ ബോഡിയിൽ. അപ്പൊ സാമ്പത്തിക ക്രമക്കേട് നേരിടുന്ന ഒരു കമ്മിറ്റിയെ എങ്ങനെയാണ് അഡ്ഹോക് കമ്മിറ്റി ആയിട്ട് മാറ്റാൻ ജനറൽ ബോഡിക്ക് തോന്നുക? ലോജിക്കലി ഒരിക്കലും ജനറൽ ബോഡി അങ്ങനെ ചിന്തിക്കില്ല. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ചില പരിചയക്കാരുമായി സംസാരിച്ചപ്പോൾ ഒരു ഘട്ടത്തിൽ ഈഗോ ക്ലാഷ് ആണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ വാസ്തവത്തിൽ അത് നമ്മളൊക്കെ കരുതുന്നതിലും വളരെ ഗൗരവമേറിയ ഗുരുതരമായ ചില പ്രശ്നങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സിനിമാ സ്റ്റൈലിൽ താരരാജാക്കന്മാർ ഇറങ്ങുമോ അതോ യുവരാജാക്കന്മാർ വന്ന് എല്ലാം തിരുത്തുമോ എന്നതാണ് ചോദ്യം. അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഒന്നുറപ്പിക്കാം, പെണ്ണുങ്ങളെ കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ അത് ശരിയാവില്ല, ഇതാവും സ്ഥിതി എന്ന് പറയുന്ന സ്ത്രീ വിരോധികൾക്ക്, മിസോജിനിസ്റ്റുകൾക്ക് ഒരു അടിപൊളി അവസരമാണ് വീണ് കിട്ടിയിട്ടുള്ളത്. അക്കാര്യത്തിൽ ബാക്കി എല്ലാവരും ഒന്നിച്ചു തന്നെ നിന്നേക്കും, സംശയം വേണ്ട.